ഈ ലോകത്തിലെ ബന്ധങ്ങൾ പല രീതിയിലുള്ള ബന്ധങ്ങളാണ്. യാഥാസ്ഥിക കാഴ്ചപ്പാടുള്ള, സമുദായ കാഴ്ചപ്പാടുള്ള, മത കാഴ്ചപ്പാടുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഒരു പങ്കാളിയിലൂടെ മാത്രം ജീവിക്കുന്നതാണ് ജീവിതത്തിലെ വിജയം. അതായത് ഏകപത്നി വ്രതം, ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന ക്രമത്തിൽ. എന്നാൽ അപ്രകാരമല്ല, ചില ആളുകൾക്ക് ഒരു സ്ത്രീയെ കൊണ്ട് പോരാ, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കൊണ്ട് പോരാത്ത ആളുകൾ ഉണ്ട്. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒന്നിലധികം പങ്കാളികൾ ഉണ്ടാവാം. ബഹുഭാരിത്വം എന്ന ഒരു ആശയം പശ്ചിമേഷ്യയിലുണ്ട്. അത് അബ്രഹാമിയ മതത്തിൻ്റെ ഒരു സംഭാവനയാണ്. ഈ ബഹുഭാരിത്വം കൊണ്ടുവന്നതിന് പുറകിൽ ഒരുപാട് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അതായത് ലൈംഗികത മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകമാണ്. അത് ഒരു സ്ത്രീയിൽ നിന്ന് സംതൃപ്തികരമായി കിട്ടണമെന്നില്ല. ഒന്നിലധികം സ്ത്രീകളെ കൊണ്ട് മാത്രമേ അത് സംതൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. ബഹുഭാരിത്വം അതുകൊണ്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. ബഹുഭാരിത്വം കൊണ്ട് എന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശാരീരിക ആവശ്യങ്ങളും അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള പുത്രസമ്പത്ത്, ഇതാണ് കൂട്ടുകുടുംബ വ്യവസ്ഥകളുടെ ഒരു വലിയൊരു പ്രത്യേകത അബ്രഹാമിയ മത പശ്ചാത്തലത്തിൽ. അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിലുള്ള ഭൂരിപക്ഷം കുടുംബങ്ങളും ഇന്ന് ബഹുഭാരിത്വം പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലുള്ള അറബി കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ബഹുഭാരിത്വം നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ പുരോഗമനവാദ കാഴ്ചപ്പാടുള്ള അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ, ഇവിടെ ഒന്നിലധികം പങ്കാളികളുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയുന്നതിനപ്പുറം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ അത് വിഷയമില്ല. ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഈ ഒന്നിലധികം ഭാര്യമാരുള്ളവർക്കും ചെലവിന് കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, അത് അവിടെയാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. അല്ലാണ്ട് മതമൗലികവാദികളും തീവ്രവാദികളും പറയുന്ന പോലെയല്ല. എന്തൊരു കാര്യവും, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധം, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ ഇരിക്കും അതിൻ്റെ വിജയം. അത് മോശമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അനന്തരഫലം മോശമായിരിക്കും. അത് നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തതെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും.